എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിച്ചു. ഇനി പൊസിഷനും ടേമും തമ്മിൽ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ടൊരു എക്സാമ്പിൾ പറയാം. 4, 8, 12, 16 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നോക്കുക. ഇതിൽ 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ അതിനെ x1 എന്ന് എഴുതി, x2, x3, x4 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തേർഡ് ടേം x3, ഫോർത്ത് ടേം x4 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചു. ഡി എന്ന് പറയുന്നത് എന്താണ്? x2 മൈനസ് x1, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? x3 മൈനസ് x2, അല്ലെങ്കിൽ എന്ത് പറയാം? x4 മൈനസ് x3. രണ്ട് ടേം അടുത്തടുത്ത ടേം ആണെങ്കിൽ ഡയറക്റ്റ് ഡിഫറൻസ് കാണാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ x1 അറിയാം, പക്ഷേ x2 തന്നിട്ടില്ല, x3 തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണാം? ഇവിടെ 4, x2 തന്നിട്ടില്ല, x4 തന്നിട്ടില്ല, x4 തന്നിട്ടുണ്ട് 16. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം x1ൽ നിന്ന് x4ലേക്ക് എത്ര ഡി പ്ലസ് ചെയ്യണം? x1 കൂടെ ഒരു ഡി കൂട്ടി, x1 പ്ലസ് ഡി ആണ് x2, x2 പ്ലസ് ഡി ആണ് x3, x3 പ്ലസ് ഡി ആണ് x4, 3d നമ്മൾ പ്ലസ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്കൊരു ഫോർമുല നമ്മൾക്ക് ഉണ്ടാക്കാം. ഫോർമുല എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ് divided by position difference. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിന് നമുക്ക് x1 x2 വെച്ച് എഴുതുകയാണെങ്കിൽ x4 ഫോർത്ത് ടേം നമ്മൾക്കറിയാം, ഫസ്റ്റ് ടേം നമ്മൾക്കറിയാം, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഫോർത്ത് പൊസിഷൻ, 4 മൈനസ് 1. അപ്പോൾ x4 എന്ന് പറയുന്നത് 16 മൈനസ് 4/3. അപ്പോൾ എന്ത് വരും? 12/3. കണ്ടോ ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ലേ? 4. അപ്പോൾ x2 കാണാനായിട്ട് എളുപ്പമാണ്. 4 പ്ലസ് ചെയ്താൽ മതി. 4 പ്ലസ് 4 8, 8 പ്ലസ് 4 12 അങ്ങനെ കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടു ടേംസ് ഇൻ സ്പെസിഫിക് പൊസിഷൻ ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് 5 ടേം വരെ എഴുതണം, 5 ടേംസ് എഴുതണം. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള എന്താണ്? x3 തന്നിട്ടുണ്ട് 34. അതുപോലെ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ x6 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡിഫറൻസ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. എന്താണ്? x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. x6 എന്ന് പറയുന്നത് 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, എന്ത് കിട്ടി? 33/3. ആൻസർ എന്ത് വരും? 11. ഇനി ഓരോ ടേം കാണാനും എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ x3 അറിയാം, x2 ആണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ 34 മൈനസ് 11 ചെയ്താൽ മതി. x2 കാണാൻ എന്ത് ചെയ്താൽ മതി? x3 മൈനസ് d ചെയ്താൽ മതി. x3 മൈനസ് d. x3 എന്താണ് നമ്മൾക്ക് കിട്ടിയത്? 34. 34 നിന്ന് 11 കുറച്ചാൽ x2 കിട്ടും. അപ്പോൾ x2ൻ്റെ ആൻസർ എന്താണ്? 23. ഇനി x1 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 മൈനസ് d ചെയ്താൽ മതി. x2 എന്ന് പറയുന്നത് എന്താണ്? 23 മൈനസ് 11. അപ്പോൾ എന്താണ് ആൻസർ വരിക? 12. ഇനി x4, x5 ഫസ്റ്റ് 5 ടേംസ് ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ x4 ആണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? x3 കൂടെ d കൂട്ടിയാൽ മതി. x3 കൂടെ d കൂട്ടിയാൽ എന്ത് വരും? 34 പ്ലസ് 11. മുൻപത്തെ ടേമാണ് കാണണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. x4 x3 അറിയാം, അപ്പോൾ പ്ലസ് ചെയ്യണം അല്ലേ? 45. ഇനി x5 കൂടി കാണണം അല്ലേ? x5 എന്ന് പറയുന്നത് എന്താണ്? x4 പ്ലസ് d. x4 എത്രയാണ് കിട്ടിയത്? 45 പ്ലസ് 11. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 56. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഡറിൽ എഴുതി നോക്കുക. x6 ഓൾറെഡി നമുക്കറിയാം. x6 എന്താണ് തന്നിട്ടുള്ളത്? 67. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് എന്താണ് ആൻസർ എഴുതുക? x1 ആദ്യം എഴുതണം അല്ലേ? x1 എത്രയാണ്? 12. പിന്നെ x2 എത്രയാണ്? 23. x3 തന്നിട്ടുണ്ട് ഓൾറെഡി 34. x4 എത്രയാണ്? 45. x5 എത്രയാണ്? 56. പിന്നെ എന്ത് വരും? 67.
അപ്പം 11 പ്ലസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് നന്നായി ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതും? x3 ഈസ് ഈക്വൽ ടു 43. ഇനി x6 ഈസ് ഈക്വൽ ടു 76. അപ്പോൾ എല്ലാവർക്കും ആൻസർ പറയാലോ. ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? എല്ലാവരും ഒന്ന് പറയൂ. x3 മൈനസ് x6 മൈനസ് x3 ബൈ 6 മൈനസ് 3. അപ്പോൾ 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 76 നിന്ന് 43 കുറയ്ക്കുക. 6 മൈനസ് 3 3. 7 മൈനസ് 4 എന്താണ്? 3 ഡിവൈഡഡ് ബൈ 3. വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 11 ആണ് കോമൺ ഡിഫറൻസ്. ഇനി വേറെ എളുപ്പത്തിൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട x1 കാണാനൊരു സൂത്രം പറയാം. x3 അറിയാം അല്ലേ? അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? x3 മൈനസ് 2d. 2d കുറയ്ക്കുക. x3ന്ന് 2 പ്രാവശ്യം d പോയാലല്ലേ x1ലേക്ക് എത്തുക. x1ഉം ഡിയും കിട്ടിയാൽ ടേം എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ x1 കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ x3 നമ്മൾക്കറിയാം 43 മൈനസ് 2 ഇൻറ്റു 11. 2 ടൈംസ് ഡിഫറൻസ് കുറച്ചാൽ കിട്ടും. 43 മൈനസ് 22. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 21. അപ്പോൾ ടേം ആൻസർ എഴുതാൻ വളരെ എളുപ്പമാണ്. x2 കാണാൻ എന്ത് ചെയ്താൽ മതി? x2 എന്ന് പറയുന്നത് 21 പ്ലസ് 11 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 32. x3 ഓൾറെഡി തന്നിട്ടുണ്ട്. x3 നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 43. ഇനി x4 കാണാൻ എന്ത് ചെയ്താൽ മതി? 43 പ്ലസ് 11. തന്നിട്ടുള്ള ഡിഫറൻസ് കൂട്ടി എഴുതിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് x1 കണ്ടുപിടിച്ചാൽ പിന്നെ വളരെ എളുപ്പമായി. അപ്പോൾ x5 എന്താണ്? 54 പ്ലസ് 11. അപ്പോൾ എന്ത് വരും? 65. അപ്പോൾ 5 ടേംസ് ആയില്ലേ? അപ്പോൾ അതൊന്ന് ഓർഡറിൽ നമ്മൾ എഴുതിയാൽ അതിൻ്റെ ആൻസറായി. എന്താണ് ആൻസർ? x1 21 32 43 54 65 ഇങ്ങനെ പോവും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ടേം 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? x3 ഈസ് ഈക്വൽ ടു 2. ഫിഫ്ത്ത് ടേം 3 എന്ന് പറഞ്ഞാൽ എന്തെഴുതും? x5 എന്ന് പറയുന്നത് 3. x3യും x5ഉം അറിയാം. അപ്പോൾ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? x5 മൈനസ് x3 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3. അപ്പോൾ x5 എന്ന് പറയുന്നത് 3 മൈനസ് 2 ബൈ 2. 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ബൈ 2. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ബൈ 2 ആണ്. അപ്പോൾ x1 എങ്ങനെയാണ് കാണാം? x1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? x3 ആണ് നമുക്കറിയാം. അല്ലെങ്കിൽ x3 x5 ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. x3 അറിയാമെന്നുണ്ടെങ്കിൽ x3 മൈനസ് 2d. എന്തുകൊണ്ടാണ് 2d വന്നാൽ 3 മൈനസ് 1 ചെയ്യാം കേട്ടോ. അപ്പോൾ x5 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എങ്ങനെ വരിക? ആർക്കാ പറയാൻ പറ്റുക? x5 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ x5 മൈനസ് 4d എന്ന് വരും. ഇവിടെ ഫിഫ്ത്ത് ടേം ആണെങ്കിൽ 4d കുറയ്ക്കണം. തേർഡ് ടേം ആണെങ്കിൽ 2d നമ്മൾ അതിന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ x3 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 2 ഇൻറ്റു 1 ബൈ 2. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 ബൈ 2 ആദ്യം ചെയ്തിട്ടേ സബ്ട്രാക്ട് ചെയ്യാനാവൂ. അപ്പോൾ 2 മൈനസ് ഈ 2ഉം 2ഉം നമുക്ക് വെട്ടിക്കളയാലോ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വന്നാൽ 2 മൈനസ് 1. അപ്പോൾ എന്താണ്? 1. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. x1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് ഹാഫ്. കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്യുക 1 ആൻഡ് ഹാഫ്. ഇനി x3 എന്ന് പറയുന്നത് എന്താണ്? 1 ആൻഡ് ഹാഫ് പ്ലസ് ഹാഫ്. നമ്മൾ ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2. ഇനി x4 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 2 പ്ലസ് ഹാഫ്. 2 പ്ലസ് ഹാഫ് എത്രയാണ്? 2 ആൻഡ് ഹാഫ്. അപ്പോൾ ആൻസർ വേഗം എഴുതാൻ പറ്റും. x5 എന്ന് പറയുന്നത് എന്താണ്? 2 ആൻഡ് ഹാഫ് പ്ലസ് ഹാഫ്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ ഒന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതുക. x1 എന്ന് പറയുന്നത് 1 ആൻഡ് ഹാഫ് 2 ആൻഡ് ഹാഫ് 3 ഇങ്ങനെ പോവും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? x5 ഈസ് ഈക്വൽ ടു 8. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? x9 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എല്ലാവരും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയൂ. x9 മൈനസ് x5 ഡിവൈഡഡ് ബൈ
9 മൈനസ് 5 വലിയ ടേം ആദ്യം എടുക്കാൻ മറക്കരുത്. എക്സ് 9 ആണ് അല്ലേ. 10 മൈനസ് 8/4. 10 മൈനസ് 8 എത്രയാണ്? 2/4. അതിനെ ചെറുതാക്കി എന്ത് വരും? 1/2. ഇനി x1 കാണാനുള്ള ഫോർമുല എത്ര പേർക്ക് അറിയാം? x1 നമുക്ക് x5 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. x5ന്ന് എത്ര ഡി സബ്ട്രാക്ട് ചെയ്യണം? 4d സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 5 ആണെങ്കിൽ അതിന് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ x5 എന്ന് പറയുന്നത് 8 മൈനസ് 4 ഇൻറ്റു 1/2. 4 ഇൻറ്റു 1/2. 4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ ഈ 2 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. 2 2s are 4. 2 1 is 2. അപ്പോൾ 2 ഇൻറ്റു 1 എന്താണ്? 2. 8 മൈനസ് 2 എന്താണ്? 6. അപ്പോൾ x1 നമുക്ക് കിട്ടി. ഇനി x2 എഴുതാൻ എളുപ്പമല്ലേ. x2 എന്താ വരിക? 6 6.5 7 7.5 8 അങ്ങനെ എഴുതാം. അപ്പോൾ ആൻസർ എഴുതാം. അരിത്തമാറ്റിക് സീക്വൻസ് ഡയറക്റ്റ് എഴുതാമല്ലോ. x1 6, x2 എന്തായിരിക്കും? 6.5 ഹാഫ് ഡിഫറൻസ് കൂട്ടുക. പിന്നെ 7 7.5 8 8.5 അങ്ങനെ പോവും. അടുത്ത ക്വസ്റ്റ്യൻ 5th ടേം 7. എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ ഇത്? x5 7 x7 എന്താണ്? 5. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x7 മൈനസ് x5 ഡിവൈഡഡ് ബൈ 7 മൈനസ് 5. x7 എന്ന് പറയുന്നത് 5 മൈനസ് 7/2. 7th ടേം ആണ് 5. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറാണ് ഇവിടെ. ഡിക്രീസിങ് ഓർഡറിലാണ് ഇത് വരുന്നത്. 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2/2. അപ്പോൾ എന്താണ്? -1. അപ്പോൾ ഇനി x1 കാണാനുള്ള ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാവരും ശ്രദ്ധിക്കുക. x1 x5 വെച്ചിട്ടാണ് നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? x5 മൈനസ് എന്ത് പറഞ്ഞു? x5 മൈനസ് 4d എന്ന് പറഞ്ഞു അല്ലേ. 4 എവിടെ നിന്ന് കിട്ടിയേ? 5ന്ന് 1 പോയാൽ 4. അപ്പോൾ 4d നമ്മളൊന്ന് കുറയ്ക്കണം. അപ്പോൾ x5 എന്ന് പറയുന്നത് 7. 4 ഇൻറ്റു എന്ത് വരും? -1. ഡിഫറൻസ് എന്താണ്? -1. അപ്പോൾ 2 മൈനസുകൾ വരുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ? -4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറും. അപ്പോൾ 7 + 4. 7 + 4 എന്താണ്? 11. അപ്പോൾ ഫസ്റ്റ് ടേം 11 ആണ്. 11ൽ നിന്ന് ആൻസർ എങ്ങനെ ഡയറക്റ്റ് എഴുതാമല്ലോ? ഡിഫറൻസ് 1 കുറച്ച് എഴുതാം. അപ്പോൾ ഫസ്റ്റ് 11 1 പോയാൽ എത്ര? 10 9 8 7 6 5 4 3 അങ്ങനെ വരും. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യൂ. x5 7 അല്ലേ. പിന്നെ x7 എന്താ വരണേ? 5. അപ്പോൾ തന്ന കാര്യം കറക്റ്റാണ്. അപ്പോൾ ഇന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.